അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിൽ വെച്ച് നടന്ന മൗലിദ് സംഗമത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന മുഹ്യിസുന്ന പൊന്മള ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും ആസാറുകളെ സംബന്ധിച്ചും എല്ലാം സംസാരിക്കുന്നതിനിടയിൽ ആ നോളജ് സിറ്റിയിലുള്ള ജാമിഉൽ ഫുതൂഹ് ഒരുപാട് ഖൈറാത്തുകൾക്ക് കാരണമാണ്, ഒരുപാട് സംഗതികൾക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ മദീനത്തെ പള്ളിയെ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം നോളജ് സിറ്റിയിലുള്ള ജാമിഉൽ ഫുതൂഹിനെ കാണുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ പള്ളി. ഒരുപാട് സംഗതിക്ക് കാരണമാണ്. മദീനത്തെ പള്ളിയാണ് മർക്കസിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ബലി എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ അതല്ല പറഞ്ഞത്. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട ഈ പള്ളി. എന്നാൽ ഇത് കേട്ടപ്പോഴേക്കും ആല് പോയ ചൈത്താനെ പോലെ അലഞ്ഞു നടക്കുന്ന കുരുവട്ടൂരികൾ ഒരു ദിവസം സ്റ്റേജ് കെട്ടാനുള്ള മാറ്റർ കിട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഹ്യിസുന്ന പൊന്മള ഉസ്താദിന്റെ പേരിൽ കുതിര കയറുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. വന്നിട്ടുണ്ടല്ലോ മദീനത്തെ പള്ളി. മദീനത്തെ പള്ളിയെ പോലെ തന്നെയാണ് ഈ പള്ളി, ഒരു സംശയവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഉളക്കെങ്ങ് വായിലിട്ടിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുഹ്യിസുന്ന പൊന്മള ഉസ്താദിനെ സംബന്ധിച്ചാണ്, ത്വരീഖത്തുകാരനാണ്, ഷെയ്ഖിന്റെ കൈപിടിച്ചവനാണ്, ഞങ്ങൾക്ക് ഒരു പിഴവും സംഭവിക്കൂല, ഞങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഈ കുരുവട്ടൂരി തൊഴിയൂർക്കാരൻ കുഞ്ഞഹമ്മദ് പറയുന്നത്. ഇവനൊക്കെ ഏത് ശൈത്താന്റെ കയ്യാ പിടിച്ചത് എന്നാ നമുക്ക് മനസ്സിലാവാത്തത്. ഇൻഷാ അല്ലാഹ് ഏത് ശൈത്താന്റെ കയ്യാ പിടിച്ചത് എന്ന് നമുക്ക് കാണാം, ഞാൻ വഴിയെ കാണിച്ചു തരാം. അത്തരം ശൈത്താന്മാരുടെ കൈപിടിക്കുമ്പോൾ ഇവരിൽ നിന്ന് ഇതല്ല ഇതിലപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ് മഹാന്മാരായ ഉലമാക്കളെ ചീത്ത പറയുന്ന, ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്ന ഇവരൊക്കെ എന്ത് ത്വരീഖത്തിന്റെ ആളുകളാണ്? ഇനി ഇതേ വിഷയം തന്നെ കാട്ടുവളപ്പിൽ നൗഷാദ് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. ഇവന്മാർ ഇവരുടെ സ്ഥാപനത്തിന് പിരിവ് കിട്ടാൻ, ആളുകൾ അവരെ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകാൻ അവരിപ്പോൾ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇന്നലെ മിനിയാന്ന് നോളേജ് സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, നോളേജ് സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ അത് മദീനത്തെ പള്ളി പോലെയാണ്, മദീനത്തെ പള്ളി പോലെയാണ്. അവിടെല്ലേ ഇന്നാലില്ല ചൊല്ലേണ്ടത്? കാട്ടുവളപ്പിൽ നൗഷാദ് ചോദിക്കണില്ല, നിങ്ങൾ ഇവിടെയല്ല ഇന്നാലില്ല ചൊല്ലേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് എവിടെ ഇന്നാലില്ല ചൊല്ലേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ഇപ്പണ്ടല്ലോ ഇങ്ങനെ ഈ 3 അടുപ്പും കല്ലുകൾ കവലാന്തരം നടന്ന് എത്ര പൊട്ടിച്ചിട്ടും പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും യാതൊരു ഫലവുമില്ല. അപ്പൊ പിന്നെ വലിയ ആളെന്നെ ഇറങ്ങിക്കണം. ഇപ്പൊ ഹാഫിളു ഉസ്താദി ഷയാത്തീൻ മൂപ്പരെന്നെ രംഗത്തിറങ്ങിക്കാം. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളാരും എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ശൈത്താന്മാർക്ക് അത്തരം വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയൂ. ഈ പറയപ്പെടുന്ന ഇവരുടെ ശൈഖാണെന്ന് പറയപ്പെടുന്ന ആളുടെ പദപ്രയോഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അത് ഞാൻ കാണിക്കാം. ഏതായാലും ഹാഫിദ് ഉസ്താദി ഷയാത്തീൻ അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുവയ്ക്കാണ്. ഈ കൈതപ്പൊയിലെ പള്ളിയാണ് മദീനത്തെ പള്ളിന്റെ അതേ മഹത്തുള്ള പള്ളിയാന്നും പറഞ്ഞു. പച്ചക്കളവല്ലേ ഇയാൾ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട മുഹ്യിസുന്ന പൊന്മള ഉസ്താദ് എവിടെയാണ് മദീനത്തെ പള്ളിന്റെ അതേ മഹത്തുള്ള പള്ളിയാണ് ആ കൈതപ്പൊയിലുള്ള പള്ളി എന്ന് പറഞ്ഞത്? മുമ്പിലിരിക്കുന്ന ആളുകളെ കാട്ടുവളപ്പിൽ നൗഷാദും കുഞ്ഞഹമ്മദും അൻവരിയും ഏതുപോലെ പൊട്ടനാക്കിയിരുന്നോ അതേ രീതിയിൽ പൊട്ടനാക്കുകയല്ലേ ഇയാൾ ഈ കാണിക്കുന്നത്? പച്ചക്കളവ് പറയുന്നു. പൊന്മള ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ വേറെ ഒന്ന് കേട്ടു നോക്കൂ. കാത്തിരക്ഷിക്കട്ടെ. ആ മദീനത്തെ പള്ളി അവന്റെ പള്ളി, നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു. ആ മദീനത്തെ പള്ളിയാ ഇവന്റെ പള്ളിന്ന്. ഇവന്റെ പള്ളി എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും അറിയാലോ. ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്. അപ്പൊ ഇവന്റെ പള്ളി എന്ന് പറയുമ്പോ സുൽത്താനുൽ ഉലമയെയാണത് പറയുന്നത്. ശേഷം പറയുന്നത് കേട്ടില്ലേ, ഹംക്ക് എന്ന്. ആരെയാണത് പറഞ്ഞത്? ശൈഖുന മുഹ്യിസുന്ന പൊന്മള ഉസ്താദിനെയാണ് പറയുന്നത്. മജ്ലിസുൽ മൗലിദി എന്ന് പേരും വെച്ച് കാട്ടുവളപ്പിൽ നൗഷാദിനെ പോലെയുള്ള വട്ടൂരികൾ ഇത്രയും കാലം കവലകളിൽ എന്താണോ ഛർദ്ദിച്ചിരുന്നത് അത് അതേ രീതിയിൽ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഹാഫിദ് ഉസ്താദ് ഷയാത്തീൻ. മഹാന്മാരായ സമുന്നതരായ വലിയ വലിയ പണ്ഡിതന്മാരെ ഹംക്ക് എന്നും അതിനോട് സമാനമാകുന്ന രീതിയിലുള്ള തെറികളും വിളിച്ച് നടക്കുന്ന ഇയാൾ ശൈത്താന്മാരുടെ ഉസ്താദ് അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ഇയാളെ പറ്റി പറയാ? ആലിമീങ്ങളെ പരിഹസിക്കുക. ഇവിടെ ദീനിന്റെ ഖിവാമ്, ദീനിന്റെ നിലനിൽപ്പ് മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെയല്ലേ?
അവരല്ലേ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും വള്ളിപുള്ളിക്ക് തെറ്റാതെ മാറ്റം വരുത്താതെ വരും തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്? അത്തരം ആലിമീങ്ങളെ തെറി വിളിച്ചും പരിഹസിച്ചും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്ന ഇയാള് എന്ത് ശൈഖാണ് ഇയാള്? മുമ്പ് നൗഷാദും കുഞ്ഞാമതും ഒക്കെ ഓരോ സ്റ്റേജിലും പറയാറുണ്ട്, ഞങ്ങള് മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ മൈക്കുകൾ മാത്രമാണ്, നിർദ്ദേശമില്ലാതെ ഞങ്ങളൊന്നും പ്രസംഗിക്കൂല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മളും വിചാരിച്ച് ഈ രീതിയിൽ തെറി പറയാൻ, ആലിമീങ്ങളെ പരിഹസിക്കാൻ ഇവർക്ക് ഏത് മശായിഖന്മാരാണ് നിർദ്ദേശം കൊടുക്കുന്നത് എന്ന്. ഇപ്പൊ വളരെ കൃത്യമായി മനസ്സിലായില്ലേ ആരുടെ അടുക്കൽ നിന്നാണ് ഈ രീതിയിൽ അവർക്ക് തെറി പറയാനും ആലിമീങ്ങളെ പരിഹസിക്കാനും നിർദ്ദേശം കിട്ടുന്നത് എന്ന്? ഹാഫിദ് ഉസ്താദ് ശയാത്തീനിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യല്ലേ? എന്നാ ബഹുമാനപ്പെട്ട ശൈഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ് ജാമിഉൽ ഫുതൂഹ് മദീനത്തെ പള്ളി പോലെയാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ചാടി വീണിരുന്ന അതേ നൗഷാദ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇന്നലെ പരപ്പനങ്ങാടിയിലായിരുന്നു മജ്ലിസുൽ മൗലിദ്. ആ ശൈഖുനയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ മദീനയിൽ അവിടുത്തെ ഹദറത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബികൾ അവര് ആ ഒരു മഹബ്ബത്തിൽ അലിഞ്ഞു ചേർന്നത് പോലെയുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടായി. എന്തായി? പട്ടൂരി പറഞ്ഞതനുസരിച്ച് പരപ്പനങ്ങാടിയിലുള്ള പല മജ്ലിസുൽ മൗലിദ് അത് മദീനത്തെ പള്ളിയായി. ഇവരെ ശൈഖുന ആരായി? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി. അവിടെ കേട്ടിരുന്ന ആൾക്കാരൊക്കെ ആരുമായി? സ്വഹാബികളുമായി. ഇങ്ങനെ പറയണോ? ഇതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ? അത്രയല്ലേ ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദും പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഇപ്പൊ വലിയൊരു സംഭവമാക്കേണ്ട വിഷയമല്ലല്ലോ. അതേ സമയത്ത് കുരുവട്ടൂരികള് അവർക്ക് സ്റ്റേജ് കെട്ടാൻ എന്തെങ്കിലും ഒരു മാറ്റർ വേണം, അതിനിങ്ങനെ അരിച്ച് പെറുക്കി നോക്കിയപ്പോ കിട്ടിയ ഒരു വാക്കാണത്. അത് വെച്ചിട്ട് അങ്ങോട്ട് കാച്ചി 2-3-4 ദിവസം സ്റ്റേജ് അയിമ തന്നെ. ഇതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഇവർക്ക് നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മശായിഖന്മാരുടെ അടുത്തുനിന്നല്ല, ശൈത്താന്മാരുടെ അടുക്കൽ നിന്നാണ് ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ഈ രീതിയിൽ വിളിച്ചു പറയുന്നത്. പൊന്മള ഉസ്താദ് പറഞ്ഞപ്പോ ചാടി വീണ് എതിർത്ത ആള് ഇപ്പൊ അതേ പ്രയോഗം നടത്തി. അതെന്തുകൊണ്ടാ? നേരത്തെ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. പൊന്മള ഉസ്താദ് പറഞ്ഞതിനെ എന്താണ് വിമർശിച്ചത് എന്ന് ഓർമ്മയില്ല. മൂപ്പര് അതേ വിഷയം തന്നെ പറയാം. അപ്പൊ ഇതൊക്കെ ശൈത്താന്മാർ പറ്റിക്കാണ്. അതാ പറയുന്നത്, മഹാന്മാരായ ആലിമീങ്ങളെ കൈവിട്ട് ഏതെങ്കിലും ആളുകളുടെ കൈപിടിച്ച് അതാണ് ഹക്കായ ത്വരീഖത്ത് എന്നും പറഞ്ഞ് നടന്നാൽ ഈ രീതിയിൽ വൈരുദ്ധ്യങ്ങൾ പറയാനേ സമയം ഉണ്ടാവുള്ളൂ. എത്ര വൈരുദ്ധ്യങ്ങളാ പറയുന്നത്. ഇനി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലാണ് കുരുവട്ടൂരികൾ കൈപിടിച്ച ശൈഖിന്റെ അവസ്ഥ. അപ്പൊ പിന്നെ ഇവരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഏതായാലും ഇവരുടെയൊക്കെ സെറിൽ നിന്ന് അല്ലാഹു തആല ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.